എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുറ സ്വദേശിയാണ്. ദേശീയ കായികധർമ്മം. ദുഃഖമായ ഒരു വാർത്ത. സുധാകരനെ രാജേഷ് ക്രിക്കറ്റ് ബാറ്റിട്ട് അടിച്ചു കൊന്നു. തിരുവനന്തപുരത്താണ് സംഭവം. തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നാണ് സംഭവം എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പേ ഇവർ തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. രാജേഷും വാക്ക് തർക്കം ഉണ്ടായെന്ന് ഇതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വാക്ക് തർക്കമുണ്ടായി. ആട്ട അടിച്ച് പൊട്ടിച്ചെന്ന് തന്നെ പറയുന്നുണ്ട്. സുധാകരൻ്റെ വീട്ടിലെ ആട്ട അടിച്ച് പൊട്ടിച്ചെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ രാത്രി വെളുപ്പാങ്കാലത്തോടെയാണ് ഈ സംഭവം വേറ്റിട്ട് തലയിൽ അടിച്ച് കൊല്ലുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. 5:30ക്കാണ് സംഭവം നടന്നത്. 5 മണിക്കും 5:30ക്കും ക്രിക്കറ്റ് ബാറ്റിട്ടാണ് അടിച്ചു കൊന്നത്. അതുപോലെ ദേഹത്തൊക്കെ പരിക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. മണ്ണന്തല പോലീസ് ഈ പുള്ളി ഓടി രക്ഷപ്പെട്ടു. മണ്ണന്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അല്പമുള്ളിൽ ഈ പ്രതിയെ രാജേഷിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി കേസിലെ പ്രതിയാണ് രാജേഷ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പേ പോലീസിൽ നിരവധി കേസുകളുടെ പ്രതിയാണെന്ന് പറഞ്ഞാൽ അടിപിടി കേസുകളും അല്ലാതെ ഗുണ്ട കേസിലും ഉണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നു. മണ്ണന്തല പോലീസ് ഇപ്പോൾ ഈ പുള്ളിയെ രാജേഷിനെ ചോദ്യം ചെയ്തു വരുന്നതായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അല്പമുള്ളിലാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഈ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇനി പറയുന്നുണ്ട്. അമ്മാവനെയാണ് അടിച്ചു കൊന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. രാജേഷ് അടിച്ചു കൊന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പേ വാക്ക് തർക്കം വീട്ടിലുണ്ടായിരുന്നു. രാജേഷ് മദ്യപിച്ചുകൊണ്ടാണ് അടിച്ചു കൊന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരീരത്തിലൊക്കെ പാടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴുത്തിലും പാടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദേഹത്തൊക്കെ ചതവുകളും ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണന്തല പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു ചോദ്യം ചെയ്തു വരുന്നതായി പറഞ്ഞു. ഇപ്പോൾ രാജേഷിനെ മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.